കഴിഞ്ഞ ഓണത്തിന് തൊട്ടു മുമ്പാണ് ഒരു കർഷകന്റെ നിരവധി വാഴകൾ KSEB വെട്ടി നശിപ്പിച്ചത്. അതേ തനി ആവർത്തനം വീണ്ടും കാക്കനാട് ആവർത്തിക്കാൻ KSEB വീണ്ടും എത്തി. കാക്കനാട് ജൈവ കർഷകന്റെ കൃഷിയിടമാണ് വെട്ടി നശിപ്പിക്കാൻ KSEB എത്തിയത്. ഇവിടെ കൃഷി ചെയ്തപ്പോൾ ആരെങ്കിലും പറയാൻ വന്നോ? അല്ലല്ല, രേഖ 5 കൊല്ലമായി ഇവിടെ കൃഷി ചെയ്യുമ്പോ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്ത് ചെയ്യും, എന്ത് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. എന്താ നിങ്ങൾ കുട്ടിക്കും നിങ്ങൾ ബലമായിട്ടൊന്ന് പൊളിക്കാൻ, പിന്നെ അത് ചെയ്യുന്ന അല്ല, ഞങ്ങൾ ചെയ്യാം. കളക്ടറേറ്റിന് സമീപത്ത് തരിശായി കിടന്നിരുന്ന ഭൂമിയിലാണ് യുവ കർഷകനും കുടുംബവും കൃഷി ഇറക്കിയത്. ഈ കൃഷിയാണ് വെട്ടി നശിപ്പിക്കാൻ KSEBയിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയത്. സർക്കാരിന്റെ സ്ഥലം, ഗവൺമെന്റ് റവന്യൂ പുറമ്പോക്ക്. റവന്യൂ അങ്ങനെ പറ. റവന്യൂ പുറമ്പോക്ക്. റവന്യൂ സംബന്ധിച്ചു റവന്യൂ പുറമ്പോക്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു പാട്ടക്കരാറൊന്ന് കാണിച്ചാൽ ഞങ്ങൾക്ക് കരാറില്ലെന്ന് കുട്ടിക്കാറില്ല ഇല്ലെന്ന് കുട്ടിക്കും. ഓക്കെ, നിങ്ങൾ ബലമായിട്ടൊന്ന് പൊളിക്കാൻ, പിന്നെ അത് ചെയ്യാം. തന്നെ ഇത് വെട്ടി നിരപ്പാകും. നിങ്ങൾ എന്തായാലും നിങ്ങളോട് ആരോഗ്യം ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന്. JCB കടിച്ച് നിരത്തും എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ലൈൻ്റെ അടിയിൽ പച്ചക്കറി ഒന്നും നടാൻ പാടില്ല എന്നാണ് അവർ വന്ന് പറഞ്ഞത്. അപ്പം അത്രയും ഇതായിട്ട് വന്ന് പറയുമ്പോൾ ഇതുപോലെ ആളുകൾ എന്ത് ചെയ്യണം? ഓണം വരെയെങ്കിലും ഞങ്ങൾക്ക് വിളവെടുക്കാനുള്ള അനുവാദം തരണം. അത് ആണ് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് വഴക്കിടാനോ ഒന്നിനുമല്ല. അതുപോലെ വന്ന് പെട്ടെന്ന് വന്നിട്ട് മാറണം, അല്ലെങ്കിൽ എല്ലാം തകർത്ത് കളയും എന്ന് പറയുമ്പോഴത്തേനും കർഷകരാണെങ്കിൽ എല്ലാവരും ആകെ തകർന്നു പോകും. ഏതെങ്കിലും ഒരു ദിവസം വന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിലവിലുള്ള കൃഷി നശിപ്പിച്ച് അവിടെ പ്രവർത്തനം തുടങ്ങുന്ന രീതി ശരിയല്ല എന്ന് കർഷകരും അതുപോലെ തന്നെ കണ്ടെത്തുന്ന സമീപവാസികളെല്ലാം പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ KSEB അധികാരികൾ തയ്യാറാകും. ഈ ഓണത്തിന് വിളവെടുപ്പിനായി 600-ൽ പരം വാഴകളും അതുപോലെ തന്നെ വിവിധ തരം പച്ചക്കറി കൃഷികളുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് വെട്ടി നശിപ്പിക്കാനാണ് KSEB ഉദ്യോഗസ്ഥർ എത്തിയത്. ഇവിടെ തരിശായി കിടന്നിരുന്ന ഭൂമി കുറച്ച് ചെറുപ്പക്കാർ, അതുകൂടാതെ കുടുംബമായിട്ടും അച്ഛനും അമ്മയും പിള്ളേരും എല്ലാവരും കൂടി ജൈവ കൃഷി ചെയ്യുന്ന ഒരു ജൈവ കൃഷി തോട്ടമാണത്. ഇവിടെ ഇന്ന് KSEBയിൽ നിന്ന് ഇതിൻ്റെ ടവർ ഇവിടെ നമുക്ക് കാണാം. ഒരു ടവറുണ്ട്, അത് തൊട്ടടുത്ത സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ മെട്രോ പോകുന്നതുമായി ബന്ധപ്പെട്ട് അതിന് ഉയരം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള ഈ കൃഷിയിടം നമ്മൾക്ക് കാണാം. ഈ കാണുന്ന വാഴ അതുപോലെ തന്നെ നിരവധി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ജെൻസനും അതുകൂടാതെ ജെൻസന്റെ അച്ഛനും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. അവർ നമുക്ക് കാണാം. ഇത് മുഴുവനും വെട്ടി മുഴുവൻ കളയാനായിട്ട് KSEBയിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കർഷകർ, നമുക്കറിയാം ഇപ്പോൾ ഓണമായിട്ട് വിളവെടുപ്പ് ആകാറായി നിൽക്കുന്ന കൃഷി, വാഴ അങ്ങനെയുള്ള കൃഷികളൊക്കെ നമുക്കിവിടെ കാണാം. അതെല്ലാം വെട്ടി നിരത്താനാണ് KSEB ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇപ്പോൾ ഈ കർഷകൻ, ഈ ജെൻസന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. നമുക്ക് അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, ജെൻസന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് ഇപ്പോൾ ഇവർ വന്ന് പറഞ്ഞതെന്ന് നമുക്ക് ചോദിക്കാം. എന്തുണ്ട് ഇന്ന് അവർ നേരെ വന്നിട്ട് ധിക്കാരമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് മുഴുവനും വെട്ടി നശിപ്പിക്കുമെന്ന്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഓണത്തിന്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതല്ലേ? എന്താ അവര് പറഞ്ഞേ? അവര് പറയുന്നത് ഇപ്പൊ തന്നെ ഇത് വെട്ടി നിരപ്പാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളോട് ആരോഗ്യം ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് വെച്ച് പറഞ്ഞ് ഇത് ഓട്ടിക്കുറപ്പില് അവര് പറഞ്ഞ് നിങ്ങൾ ഇത് കാടൊക്കെ വെട്ടി തെളിച്ച് കൃഷി ഇറക്കിക്കോ, അതിനുള്ള എല്ലാ അനുവാദങ്ങളും അവർ തന്നിട്ടുണ്ട്. ഇവര് പറയുന്നത് ഇവരെ ശരിക്കും മനസ്സിൽ തട്ടിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു കർഷകർ നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് വിഷമയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തുന്നത്. അപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഇവിടെ ഓണത്തിനൊക്കെ നല്ല സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകരൊക്കെ കൈകോർത്ത്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, ഇദ്ദേഹം ഇത്രയും പ്രായമായിട്ട് നിൽക്കുന്നു, അങ്ങനെ അസുഖം മറ്റുള്ളതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ KSEBക്കാർ വന്ന് തട്ടിക്കയറി സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ പേടിച്ചു പോയി. ഏതായാലും ഇങ്ങനെയുള്ള കർഷകർ, നമ്മൾ തീർച്ചയായും ഈ കർഷകരുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരുന്നു. അപ്പം ഇങ്ങനെയുള്ള കർഷകർ തന്നെ ഇങ്ങനെയുള്ള കൃഷിപ്പണികൾക്കൊക്കെ ചെറുപ്പക്കാരൊന്നും ഇറങ്ങാത്ത ഒരു സമയത്താണ് കുറേ ചെറുപ്പക്കാരും ഇത് കുടുംബമായി തന്നെ ഇതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരല്പം സാവകാശം, അതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ. ഈ ഓണം വരെ, ഈ വിളവെടുപ്പ് വരെ 2 മാസം ഇളവ് കൊടുത്തുകൂടെ എന്നാണ്. നമ്മുടെ കാക്കനാട് ഹോർട്ടികോർപ്പിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കഴിഞ്ഞ 6-7 വർഷക്കാലമായി
കെ നെൽസൺ എന്ന് പറയുന്ന യുവ കർഷകൻ വിവിധ പച്ചക്കറി കൃഷികൾ അടക്കം വാഴയും പച്ചക്കറിയും മറ്റിതര കൃഷികളും ഇവിടെ ചെയ്തു വരികയാണ്. ഇപ്പോൾ മെട്രോവിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ടവറുകൾ ഉയരം കൂട്ടി ഇവിടെ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് KCBക്കാർ വന്ന് ഒരു ദിവസം അവിടുത്തെ കൃഷി നശിപ്പിച്ചുകൊണ്ട് ഉയരം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിലവിലുള്ള കൃഷി നശിപ്പിച്ച് അവിടെ പ്രവർത്തനം തുടങ്ങുന്ന രീതി ശരിയല്ല എന്ന് ആ കർഷകരും അതുപോലെ തന്നെ കണ്ടെത്തുന്ന സമീപവാസികളെല്ലാം പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ KCB അധികാരികൾ തയ്യാറാകുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലി തുടങ്ങേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ പുതുതായി കൃഷി ഈ ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കുന്നതിന് വേണ്ടിയാണ് ആ കർഷകൻ അവിടെ കൃഷി പുതുതായി തുടങ്ങിയത്. ഈ വിളവെടുപ്പ് കഴിഞ്ഞ് പുതിയ കൃഷി അവിടെ ഇറക്കിയത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അധികാരികൾക്ക് പറയാമായിരുന്നു മെട്രോൻ്റെ വർക്ക് ഉടൻ ആരംഭിക്കുന്നതാണ്, അതുകൊണ്ട് അതിൻ്റെ ടവറിൻ്റെ വർക്ക് ആരംഭിക്കണം, അതുകൊണ്ട് ഇനി കൃഷി ഇറക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഇത്രയും ബാങ്കിൽ നിന്നും പല സ്ഥലത്തു നിന്നും കടമെല്ലാം വാങ്ങിയിട്ടാണ് അദ്ദേഹം അവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. 3-5 ലക്ഷം രൂപ ഏതാണ്ട് ഈ ചെറിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ചെലവഴിച്ച് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ 5-6 വർഷമായി കൃഷി ചെയ്യുന്നത്. ഇത് തരിച്ചു കിടന്നൊരു ഭൂമിയായിരുന്നു. നമുക്ക് കൃഷി ചെയ്യാനൊരു അവസരം ചോദിച്ചപ്പോൾ അത് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ഇത്രയും ഇങ്ങനെ കിടന്ന സ്ഥലം നമ്മൾ ഇത്രയും നല്ല രീതിയിൽ കൃഷി യോഗ്യമാക്കി എടുക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുണ്ട്. നല്ലൊരു പൈസയും മുടക്കിയിട്ടുണ്ട്. നമ്മൾ ലോണും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തതെല്ലാം. പക്ഷേ ഇതെല്ലാം ചെയ്ത് നമ്മൾ ഇത്രയും ആയി. അപ്പോഴാണ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ തന്നെ ഇവിടെ നിന്ന് മാറി തന്നെ ഇവിടെ രാവിലെ JCB വരും, എല്ലാം അടിച്ച് ക്ലീൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് പെട്ടെന്ന് വന്നാൽ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നമ്മളിട്ട പച്ചക്കറികളും ഇതൊക്കെ ഇട്ടേക്കണത്. അപ്പോൾ ഈ ഓണം വരെ നമുക്കൊരു സമയം എന്താ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ അവിടെ പച്ചക്കറി കൃഷിയെല്ലാം ആവശ്യം എല്ലാം കഴിയും ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലും അവർ സമ്മതിച്ചു. അവർ പറഞ്ഞു ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ തന്നെ മാറണം എന്ന് പറഞ്ഞിട്ട് ഒരു പിറ്റേ ദിവസം രാവിലെ JCBയും ഇതൊക്കെ ആയിട്ട് വന്ന് അവരിവിടെ വന്ന് ഇത് ചെയ്യാൻ വന്നു. ഒരു ദിവസം രാവിലെ വന്നു അതിൻ്റെ പണി ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് JCB അടക്കം കൊണ്ടുവന്ന് അവിടെ പണി ആരംഭിക്കാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ശരിയായ രീതിയല്ല. അപ്പോൾ ഞാൻ കർഷകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഒരു 2 മാസക്കാലത്തെ ഒരു അനുവാദം കൊടുത്താൽ ആ ഓണത്തോടനുബന്ധിച്ചുള്ള കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതുപോലും ഉൾക്കൊള്ളാൻ KCB അധികാരികൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല KCBയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് വളരെ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ വർക്ക് ആരംഭിക്കും, നിങ്ങൾക്ക് രേഖയുണ്ടെങ്കിൽ കാണിക്കുക എന്നെല്ലാം പറഞ്ഞ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ട് പോയത്. ലൈനിന്റെ അടിയിൽ ചെയ്യാനുള്ള KSCBക്ക് അനുവാദമുണ്ട്. അപ്പൊ ഈ ലൈനിന്റെ അടിയിൽ എന്ത് നിർമ്മാണ പ്രവർത്തിക്ക് എന്ത് സാധനം വെച്ചാലും അത് ഏത് സമയത്തും KSCB പറഞ്ഞാൽ അത് ശരി നിങ്ങൾ ചെയ്യേ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് P പ്രസാദിനെ പോലെ പരിസ്ഥിതി സംരക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും തൽപരനായിട്ടുള്ള കൃഷി കാര്യത്തിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു മന്ത്രി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തരിശ് ഭൂമിയെല്ലാം ഏറ്റെടുത്ത് കൃഷി ചെയ്യുക, എല്ലാവരും കൃഷിയിലേക്ക് എല്ലാവരും പാടത്തേക്ക് എന്ന മുദ്രാവാക്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ ഭാഗമായി തരിശ് ഭൂമിയിലടക്കം കൃഷി ചെയ്യാൻ ആവശ്യമായ പ്രോത്സാഹനവും സഹായങ്ങളും വിത്തുകളും വളങ്ങളും അടക്കം ഗവൺമെന്റ് നൽകിക്കൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമയത്താണ് ഈ സർക്കാരിന്റെ നയത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ KCBയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് ഭീഷണിയുടെ സ്വരം മുഴക്കി കൃഷി നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തി നടത്താനായിട്ട് തയ്യാറാകുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ, മന്ത്രി അടക്കമുള്ള അധികാരികൾ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് വിളവെടുപ്പ് എടുക്കുന്നത് വരെ ഓണത്തോടനുബന്ധിച്ച് 2 മാസക്കാലത്തെ ഒരു സാവകാശം അദ്ദേഹത്തിന് നൽകി ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അതിനുശേഷം ഇതിൻ്റെ മെട്രോയുടെ വേണ്ടിയിട്ട് ഈ ടവർ ഉയരം കൂട്ടി നടത്തുന്നതിനുള്ള പണി തുടങ്ങുന്നതിനുള്ള പ്രവൃത്തി ആരംഭിക്കണം എന്നാണ് ഉത്തരവാദിത്തത്തോട് എനിക്ക് പറയാനായിട്ടുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത് മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് ഇത്തരം ലൈനുകളെല്ലാം ഭൂമിയുടെ അടിയിലൂടെ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മെട്രോയ്ക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് KCBയുടെയും മറ്റും ഉള്ള ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും നമുക്കത് മനസ്സിലാകുന്നില്ല. പറ്റുമെങ്കിൽ അത്തരം പരീക്ഷണങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സഹകരണപൂർണ്ണമായ ഒരു സമീപനം ഇവരുടെ ഭാഗത്തുണ്ടാകണം. ആ സമയത്ത് നമ്മളിത് ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്ന നല്ലൊരു കർഷകനാണ്, കൃഷി ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ കൃഷി ഇറക്കി കഴിഞ്ഞിട്ടാണ് ഇത് ഇറക്ഷൻ്റെ ടൈം വന്നത്, അവർ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു കോംപ്ലിക്കേഷനെല്ലാം നമ്മൾ 2 കൂട്ടരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കൂടുതൽ തർക്കം വരികയാണെങ്കിൽ നമുക്ക് കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യക്ഷമമായിട്ട് ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഞായറാഴ്ചയും നമ്മൾ കർഷകരുടെ ചന്തയുണ്ട് കാക്കനാട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും നല്ല രീതിയിലുള്ള ജൈവ രീതിയിൽ പച്ചക്കൃഷി ആയതുകൊണ്ട് നല്ല ആളുകളും ഇതിന് വരുന്നുണ്ട് മേടിക്കാനായിട്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ കുറവാണ് ഇപ്പോൾ പോലും. അത് എന്താ പറയുക, നമുക്ക് കുറച്ചധികം ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ. പക്ഷേ ഇത്ര ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെല്ലാം എല്ലാം. ഇനിയും നമുക്ക് ഇതുപോലെ നല്ല സ്ഥലം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ പെട്ടെന്ന് മാറാൻ പറഞ്ഞപ്പോൾ ഞാനത് തകർന്നു പോയി. കാരണം നമുക്ക് പെട്ടെന്ന്, കാരണം നമ്മൾ ഇത്രയും ചെയ്തിട്ടിരിക്കുന്ന സാധനം, അതായത് പൂവെല്ലാം വന്നു, വെണ്ടയൊക്കെ അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ ഉണ്ടായി തുടങ്ങി, തന്നെ കുലച്ചിരിക്കുന്ന വാഴ, അങ്ങനെ അതുപോലെ നിങ്ങൾ ചുറ്റും നോക്കിയാൽ വന്ന് കാണാം. ഇവിടെ ഇത്രയും വാഴത്തോട്ടവും അതുപോലെ പച്ചക്കറികൾ, വെണ്ട, വാഴ, തക്കാളി എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു എന്താ പറയുക, വണ്ടി അടിച്ച് JCB അടിച്ച് നിരത്തും എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ലൈൻ്റെ അടിയിൽ പച്ചക്കറി ഒന്നും നടാൻ പാടില്ല എന്നാണ് അവർ വന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇതായിട്ട് വന്ന് പറയുമ്പോൾ ഇതുപോലെ ആളുകൾ എന്ത് ചെയ്യണം, എന്താ പറയുക, ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു എല്ലാവരും സപ്പോർട്ട് കിട്ടിയത് വളരെ അധികം സന്തോഷമുണ്ട്. ചാനലുകാരും അതുപോലെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ശരിക്കും കേരളം മുഴുവൻ ശരിക്കും ഇത് വേണ്ടതാണ്. കാരണം ഇതുപോലെ കർഷകരെ സംരക്ഷിക്കുകയും അവർക്ക് ഒരു സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആവശ്യമുള്ള പച്ചക്കറികളും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു അവസരം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ. ജെൻസൺ, ഇവിടെ അന്ന് KSEB വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഈ വാഴകളൊക്കെ എന്താ പറഞ്ഞ വന്നിട്ട്? അവരിപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ചാടി എന്നിട്ട് പറയും ഇതെല്ലാം വെട്ടി നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടുപ്പ് വഴിയിട്ട് അവർക്ക് ഇതിൽ കിട്ടുന്നതെല്ലാം കൃഷി എല്ലാം നശിപ്പിച്ചിട്ട് അവർക്ക് ടവർ ചെയ്യണമെന്ന് പെട്ടെന്നൊന്ന് പറയുന്നത്. നമ്മളെന്ത് ചെയ്യും? അതെല്ലാം കൊലക്കാറായി നിൽക്കുന്ന വാഴകളുണ്ട്, കുലച്ച വാഴകളുണ്ട്, തൈകൾ നല്ല രീതിയിൽ വന്നതുണ്ട്. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടും, മഴയും വെയിലും ഒക്കെ കിട്ടുന്ന സമയം ഇപ്പോഴാണ്. ഈ സമയത്താണ് ഇതെല്ലാം നല്ല രീതിയിൽ വളരുന്നതും വളർച്ച കിട്ടുന്നതെല്ലാം. നമ്മളെ വളമെല്ലാം ഇട്ട് സെറ്റ് വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി ഇത് മഴ ഈ സമയത്ത് 2-1 ദിവസം കൊണ്ട് എല്ലാം നല്ല രീതിയിലേക്ക് വരും, കുലയ്ക്കും, നല്ല രീതിയിലേക്ക് വരും. ഇതെല്ലാം വിട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കഴിക്കാനുള്ള പ്രശ്നമല്ലേ? ഇതിപ്പോൾ എന്ത് ചെയ്യും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ? ഇത് ഏകദേശം എത്ര വാഴ ഉണ്ടാവും? ഇത് ഏകദേശം ഒരു 550-600 വാഴ ഉണ്ടാവും. 650 വാഴ നശിപ്പിക്കാനായിട്ട് വന്നു അവര്. അവർക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് ചാടി വന്നിട്ട് പറയാം ഇതെല്ലാം അവർക്ക് എന്താ പറയുക, ഇവിടെ ഇത് ഗവൺമെന്റ് ഞങ്ങളുടെ സ്ഥലമാണ്, KSEB ഇതിന്റെ മുകളിൽ കൂടെ ഒന്നും പോകാൻ പാടില്ല, അടികൂടി താഴത്തൊന്നും പോകാൻ പാടില്ല, ലൈൻ പോയേക്കണ്ട, ഒന്നും ചെയ്യാൻ പാടില്ല, വാഴ നടാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇതിപ്പോൾ പണ്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ വാഴ വെട്ടി നശിപ്പിച്ചതും എല്ലാം അതുപോലെ അവർ വന്നതാണ്. പക്ഷേ ഇവിടുത്തെ ആളുകളുടെ ഇടപെടലും കൊണ്ടും ഭരണകൂടത്തിന്റെ കറക്റ്റ് സമയത്തുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. വളരെ വിചിത്രമായിട്ടുള്ളത്, ഇപ്പൊ ജെൻസൺ നിൽക്കുന്ന നേരെ ടവറിന്റെ ചോട്ടിലാണ്. അവിടെയാണ് ഈ വാഴകളുള്ളത്. നമുക്ക് ഈ വാഴയുടെ ഹൈറ്റ് തന്നെ അറിയാം. ഇത്രയേ ഉള്ളൂ വാഴയുടെ ഹൈറ്റ്. ലൈൻ പോകുന്നത് നല്ല ഉയരത്തിലൂടെയാണ് കേട്ടോ. വീണ്ടും ഉയരം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇതുവഴി അവിടെ ഒരു ടവർ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു പറയുന്നു. ഏതായാലും ഇത്രയും ഹൈറ്റിലൂടെ പോകുന്ന ടവർ ലൈൻ, അതുകൂടാതെ ഈ ഓണം വരെ ക്ഷമിക്കാൻ അവർ തയ്യാറുമല്ല. ഇതിനു മുമ്പ് KSEB ഒരു കർഷകന്റെ കൊലച്ച വാഴകൾ ഒരുപാട് വെട്ടിയത് നമ്മൾ കേട്ടതാണ്. അതിന് ഒരുപാട് പഴി KSEB കേട്ടതുമാണ്. പക്ഷെ എന്നിട്ടും ഇവരൊന്നും പഠിച്ചില്ല എന്നുള്ളതാണ്. ഈ 2 മാസത്തേക്ക് നിങ്ങളെ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ, ഈ വിളവെടുപ്പ് മാത്രമേ. ഓണം വരെയുള്ള സമയം ഈ ഓണം വരെ നമുക്ക് കിട്ടിയാൽ മതി. കാരണം അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഓണം കഴിയുമ്പോൾ ഓണത്തിനുള്ള വിളവെടുപ്പ് പറ്റിയത് ഇതിനെ. പക്ഷെ അതുവരെ തരലെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു 2-3 മാസം കൊണ്ട് നമ്മളിതെല്ലാം ഇത്രയും ഭാഗം അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരതുപോലും കേൾക്കാൻ തയ്യാറുള്ളതിലാണ് അവർ പോയത്. നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയായിരുന്നു അവർ. അതെ, തീർച്ചയായും അങ്ങനെ പറയും. മനുഷ്യത്വ അതുപോലെയാണ് സംസാരങ്ങൾ. അതിപ്പോൾ ചാനലിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ വീഡിയോയിലും എല്ലാം ഉണ്ട്. കാരണം വെച്ചാൽ അവർ വന്ന് സംസാരിക്കുന്നതും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത്രയും മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അവർ എനിക്കറിയില്ല എന്താണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ. പക്ഷെ അവർ ചെയ്യുന്നത് തിരിച്ചാണ്. മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ല അവർ പലപ്പോഴും ചെയ്യുന്നത്. ഏതായാലും KSEB-യിലെ എല്ലാവരും അങ്ങനെയല്ല, കുറെ ഉദ്യോഗസ്ഥര് ഇങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഏതായാലും ഇത്രത്തോളം കൃഷി എത്രയുണ്ട്? 600 ഒരു 600 വാഴക്ക് മുകളില് ഉണ്ടെന്നുള്ളതാണ് ജെൻസൺ പറയുന്നത്. അതുകൂടാതെ വാഴ കൃഷി മാത്രമല്ല, നമുക്ക് കാണാം ചേന, അതുപോലെ വെണ്ട, ചേമ്പ്, അങ്ങനെയുള്ള ഇഷ്ടം പോലെ കൃഷികളുണ്ട് ഇവിടെ. അപ്പം അത് ജൈവ രീതിയിലാണ് ഇവിടെ ഉത്പാദിപ്പിച്ച് തൊട്ടടുത്തുള്ള കർഷക കൂട്ടായ്മയുണ്ട്. നാട്ടു നന്മ നാട്ടുചന്ത കാക്കനാട് LP സ്കൂളിലാണ് അത്. എല്ലാ ഞായറാഴ്ചയും വിവിധ പ്രദേശങ്ങളിൽ, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആ ഒരു ചന്തയിൽ ഈ ജൈവ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ല അവരത് ചെയ്യുന്നത്. പക്ഷെ വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ഒരുപാട് ചെറുപ്പക്കാർ അവരോടൊപ്പം കൈകോർത്തുകൊണ്ട് നിന്ന് നല്ലൊരു ചന്തയാണ് കാക്കനാട് LP സ്കൂളിൽ. ആ ഒരു ചന്തയിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഈ ജെൻസൺ ഉൾപ്പെടെ കൊണ്ടുപോയി അവിടെ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതാണ്. ഇത് നെൽസൺ, ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് KSEB ഇദ്ദേഹത്തിനായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടുത്തെ സ്ഥിര സാന്നിധ്യമാണ്. നമ്മുടെ കാക്കനാട് നാട്ടുചന്തയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനടുത്തായിട്ട് അദ്ദേഹം ഇവിടെ സ്ഥിര സാന്നിധ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളോടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ജൈവ രീതിയിൽ അവർ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹം അവിടെ വാഴക്കൃഷിയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഓണത്തിനോടനുബന്ധിച്ചുള്ള വാഴക്കൃഷിയാണ് ചെയ്യുന്നത്.
ഏകദേശം 10-600ഓളം വാഴകളാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ഈ നല്ല വാഴകൾ, അതായത് വിഷമടിക്കാത്ത വാഴയിൽ നിന്നുള്ള വാഴക്കുലകൾ ഈ പറഞ്ഞ ജനത്തിനാണ് പോകുന്നത്. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ നിന്ന് ഈ അധികൃതർ വരുമ്പോൾ അതിനെ നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നല്ലേ പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റ് KSEBക്ക് എതിരെ നിൽക്കാൻ ഇത് അദ്ദേഹം പറഞ്ഞത് KSEBയോട് കുറച്ച് സമയം മാത്രം ആവശ്യപ്പെട്ടുള്ളൂ. അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ഈ വാഴകൾ വെട്ടിമാറ്റില്ല എന്ന് പറഞ്ഞില്ല. വാഴകൾ വെട്ടിമാറ്റാം, പക്ഷേ എനിക്ക് ഓണത്തിന് വേണ്ടി ചെയ്തതാണ്. ഓണത്തിന് ഈ പറഞ്ഞ ഈ ജനത്തിന്, ഈ കാക്കനാടുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള വിഷരഹിതമായ പച്ചക്കറികൾ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത് കഴിഞ്ഞാൽ വാഴകൾ വെട്ടിമാറ്റും. അവിടെ നിന്നുള്ള വാഴകൾ മുഴുവൻ അദ്ദേഹം വെട്ടിമാറ്റാൻ പറഞ്ഞത്. അതുവരെയുള്ള സമയം കൊടുക്കാൻ KSEB അധികൃതരും ബാക്കി ഇവിടെയുള്ള കളക്ടർ അടക്കമുള്ള സമൂഹത്തിലുള്ള ഉന്നതർ ഇതിനുവേണ്ടി ഇടപെടണമെന്ന് വിനീതമായി ഞങ്ങൾ നാട്ടുനന്മയ്ക്ക് വേണ്ടി കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, രാവിലെ 8 മണിക്ക് തുടങ്ങിയ ചന്തയാണ്. ഇപ്പോൾ സമയം 8:15 8:15 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് അവിടെ ഇപ്പോഴും തിരക്കാണ്. അപ്പോൾ ഈ ആൾക്കാർ മുഴുവൻ ഈ ജൈവരീതിയിലുള്ള പച്ചക്കറികൾ വാങ്ങാൻ നെൽസന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പച്ചക്കറികളെല്ലാം അവിടെയാണ് കൃഷി ചെയ്യുന്നത്. ഈ പച്ചക്കറികൾ അടക്കമുള്ള വാഴ അടക്കമുള്ള കൃഷിയെല്ലാം നശിപ്പിക്കണമെന്ന് ആർക്കണത്ര വാശി. പെട്ടെന്നൊരു ഉദ്യോഗസ്ഥൻ കടന്നു വരുന്നു, ഒരു സർക്കിൾ കൊടുക്കുന്നു, ഇതിവിടെ വെട്ടിമാറ്റണം, ഇവിടെ ഇത് പാടില്ല, ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത്? നോക്കൂ, ഇവിടെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ കാര്യങ്ങൾ വരണമെന്ന് ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള ടവറുകളും എല്ലാം വന്ന് എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ വേണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ അതിന് അതിൻ്റെതായിട്ടൊരു മര്യാദയുണ്ട്. അദ്ദേഹം ഇത്രയും ആളുകൾക്ക് വേണ്ടി നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യന് അവിടെ തടയിടാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഇത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അദ്ദേഹം നല്ല പച്ചക്കറി കൊടുക്കുന്നു, അദ്ദേഹത്തിന് മുന്നിൽ ഇത്രയും തിരക്കുകൾ ഉണ്ടാവുന്നു. ആ കർഷകന് വേണ്ടി സപ്പോർട്ടല്ലേ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്? ഇദ്ദേഹം അവിടെ തരിശു ഭൂമിയായി കിടന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൽ അവിടെയുള്ളൊരു ഹോർട്ടികോർപ്പിന്റെ സ്ഥലത്ത് പെർമിഷൻ വാങ്ങിച്ച് അവിടെ കൃഷി ചെയ്ത് ഇത്രയും നല്ല ഭക്ഷണം നോക്കൂ, ഇത്രയും തിരക്കുള്ള ആളുകൾക്ക്, ഇത്രയും നല്ല ആളുകൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തരിശു ഭൂമി, ഇത്രയോ തരിശു ഭൂമി ഇവിടെ കാക്കനാട് ഭാഗത്തൊക്കെ എറണാകുളം ഭാഗത്തൊക്കെ കിടക്കുന്നുണ്ട്. എത്ര കർഷകർ തയ്യാറാണെന്ന് അറിയാമോ അവിടെ തരിശു ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ? പക്ഷെ അതിനുവേണ്ടി സപ്പോർട്ട് കൊടുക്കാതെ ഈ തരിശു ഭൂമി ഇത്രയും നല്ല സ്വർഗം പോലെ ആക്കി ഇത്രയും നല്ല പച്ചക്കറികൾ വിഷമില്ലാതെ വാങ്ങിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യല്ലേ സർക്കാർ ചെയ്യേണ്ടത്? ഇതുപോലുള്ള തരിശു ഭൂമികൾ എത്രയോ ഉണ്ട്. അവിടെയൊക്കെ കൃഷി ചെയ്യാൻ കർഷകന് സഹായം ചെയ്തു കൊടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഓണം വരുന്ന ഓണമൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ തളിച്ച് വരുന്ന മറ്റ് മറുനാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് കൊടുക്കും. നമുക്കറിയാം വിഷം തളിച്ച ഒരുപാട് അസുഖങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഇതുപോലുള്ള കർഷകർ, ഇതുപോലുള്ള ചെറുപ്പക്കാര്, അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ കുടുംബം ഒന്നിച്ചാണ് ഇത് ഒരു കൃഷി ചെയ്യുന്നത്. ജൻസ, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാനും എൻ്റെ വൈഫും പിന്നെ അപ്പനും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളാണ്. അവരൊക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ തൈ നടുന്നതാണെങ്കിലും പറിക്കണതിലൊക്കെ സപ്പോർട്ട് ചെയ്യണത് അപ്പനും വൈഫും പിള്ളേരൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ. പിന്നെ ചില നമുക്ക് കുട്ടികളെ നമുക്കത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം ഇനി വരുന്ന കാലത്ത് കൃഷി വളരെ ഇതായി അന്യം നോക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളും കൂടി ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം എങ്ങനെ ഇത് നടണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം. അതുപോലെ നമ്മളവരെ ഇത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു അവസരം കൂടി എനിക്ക് അതിനകത്ത് കിട്ടിയായിരുന്നു, കാരണം നമ്മൾ കൃഷിയുണ്ട്. ഓക്കെ, ഇപ്പം ജെൻസൺ നിൽക്കുന്നിടത്ത് തന്നെ കപ്പ അങ്ങനെയുള്ള ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. അത്രത്തോളം കൃഷി ചെയ്ത് ഈ തരിശായി കിടന്നിരുന്ന ഈ പുറമ്പോക്ക് ഭൂമിയാണ്. പക്ഷെ നമ്മൾക്കറിയാം, പുറമ്പോക്ക് ഭൂമിയാണെങ്കിലും അത് നശിപ്പിക്കാനോ കെട്ടിടം കയ്യേറി വയ്ക്കാനോ ഒന്നും അല്ലല്ലോ ഇദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം ശ്രമിച്ചത് വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി, ജനങ്ങളോടൊപ്പം കൈകോർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇദ്ദേഹം അങ്ങനെയുള്ള ആളുകളെയൊക്കെ പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതും ലോണൊക്കെ എടുത്താണ് ഇദ്ദേഹം ഈ ഒരു കൃഷി ചെയ്തത്. അങ്ങനെയുള്ള കൃഷി ചെയ്താൽ വിളവെടുപ്പ് ആയി നിൽക്കുമ്പോൾ ഈ ഒരു സമയത്ത് വന്ന് വെട്ടി നശിപ്പിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മാനസിക സ്ഥിതി നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇതുപോലെയുള്ള ചില ഉദ്യോഗസ്ഥർ KSEBയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഏതായാലും കാക്കനാട് വില്ലേജ് ഓഫീസർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം വളരെ സൗമ്യമായിട്ടാണ് ഈ ഒരു കൃഷി കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു സന്തോഷം, നല്ലൊരു രീതിയിലുള്ളൊരു സംസാരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഏതായാലും വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു ജെൻസൺ. വില്ലേജ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു, കണ്ടപ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞു ഞാനത് മുകളിൽ അവരെ വലുദ്യോഗസ്ഥരെ ഇത് ചെയ്യാം, അവരോട് പറയാം, അവർ ഞാനിവിടെ കണ്ട കാര്യങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാം, പിന്നെ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം കൊണ്ടുപോയി. പലരും അവിടെ തെറ്റിദ്ധരിപ്പിച്ചത് 5-6 കപ്പയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞു ചെയ്ത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്. കാരണം ഇത് വിചാരിക്കുന്ന പോലെ അല്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തത്. കാരണം വെച്ചാൽ പിന്നെ വന്ന് ആളുകൾ ഇവിടെ നിന്ന് നോക്കിപ്പോയി, അവിടുത്തെ ഓഫീസേഴ്സൊക്കെ വന്ന് നോക്കിയോണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം ഒരു മാനുഷിക പരിഗണന തന്നു എന്നുള്ളതാണ്. അതും അദ്ദേഹം മേലുദ്യോഗസ്ഥരുടെ അടുത്ത് ഇവർ എത്തിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇടപെട്ടത്. നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് തീരുത്, കാരണം അറിയാലോ പച്ചക്കറികൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ഏതായാലും അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ താങ്കളുടെ സങ്കടം കണ്ട് ഈ പരിസരത്തുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് CPI-യുടെ ഒരു നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ കണ്ടിരുന്നു. അപ്പൊ ഈ നാട്ടുകാരുടെ കൂടി സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ താങ്കൾ? അതെ, അത് CPI-യുടെ മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബു, അദ്ദേഹം വന്ന് വളരെ നമുക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചത്. അദ്ദേഹമാണ് അവരോട് കൂടുതലും ഇത് ചെയ്തത്. കാരണം ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇത്രയും നല്ല ഒരു കൃഷി ഇതൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ ഭയങ്കര ഇതാണ്. അപ്പം അദ്ദേഹം വളരെ ഡീസൻ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്ത് അവരാണ് പുള്ളിയുടെ ഓട്ടമാണ് കൂടുതലും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് തീർന്നത്. ഏതായാലും നമ്മുടെ നാട്ടില് കർഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഈ ഒരു സമയത്ത് ചെറുപ്പക്കാരും അതോടൊപ്പം കുടുംബത്തോടൊപ്പം കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് ജെൻസൺ ചെയ്ത തെറ്റ്. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്ക് KSEB-യിൽ നിന്ന് കിട്ടിയ ആ ഒരു അവസ്ഥ, ഈ ഒരു ദുരവസ്ഥ നമ്മൾ കേട്ടതാണ്, ഇതിനു മുമ്പ് കണ്ടതാണ്. ഒരു കർഷകന്റെ കൊലച്ചു നിൽക്കുന്ന നിരവധി കൊലകൾ വെട്ടി നശിപ്പിച്ചത്. അതും ഈ ഒരു ഓണത്തോടനുബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തിന് കൃഷി വിളവെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് അതെല്ലാം കട്ട് ചെയ്യുന്നത്. അതേ ഒരു ആവർത്തനമാണ് കാക്കനാട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം KSEB-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും പരിസരത്തുള്ള ആളുകളും അതുപോലെ തന്നെ കാക്കനാട് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ എത്തി. അദ്ദേഹത്തിന് ഇതെല്ലാം ബോധ്യമായി. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കർഷകന്റെ അവസ്ഥ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും ഇത് പെടുത്തി. അദ്ദേഹത്തിനും ഇത് ബോധ്യമായി. മറ്റൊന്ന് നമുക്ക് എടുത്ത് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ KSEB മൊത്തം മാറി ഇങ്ങനെയുള്ള ഓവർഹെഡ് ലൈനുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ഭൂഗർഭ ലൈനിലേക്കെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും ഈ മെട്രോ റെയിൽ പോകുന്നതിന് മുകളിലൂടെ ഈ ലൈൻ വലിക്കുന്നതിന് പകരം സാധാരണ ഇപ്പൊ ABC കേബിളുകൾ, ഇപ്പം സാധാരണ OH ലൈൻ ഓവർഹെഡ് ലൈനുകളൊക്കെ ഒഴിവാക്കിയിട്ട് ABC കേബിൾ ആക്കുന്നു. മറ്റുള്ള ഹൈ ടെൻഷൻ കേബിൾ ലൈനുകളൊക്കെ അണ്ടർഗ്രൗണ്ട് ആക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ഇപ്പോഴും അശാസ്ത്രീയമായിട്ടുള്ള പഴയ രീതി KSEB അവലംബിക്കുന്നത്. എന്തുവായിക്കോട്ടെ, ഏതായാലും ഈ കർഷകന്റെ അവസ്ഥ 2 മാസം കൂടി കഴിഞ്ഞാൽ ഓണമാകും. ഈ ഓണത്തിന്റെ വിളവെടുപ്പിന് ശേഷമെങ്കിലും തീർച്ചയായും ഇവർക്ക് ഒരു ഇളവ് കൊടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ട കൃഷി ചെയ്യാനും ഈ വിളവെടുപ്പിനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ടു എത്രത്തോളം കൃഷിയാണ് ഈ യുവ കർഷക കുടുംബം ചെയ്തിട്ടുള്ളത്. ഇത് വെട്ടി നശിപ്പിക്കാൻ KSEB ഇവിടെ എത്തിയപ്പോൾ അവരുടെ ധാർഷ്ട്യം നമ്മൾ കണ്ടല്ലോ. ഒരു കാരണവശാലും ഇത് വെച്ചു പുറപ്പിച്ചുകൂടാ. ഒരു കർഷകന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു, വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ജൈവ കർഷക ചന്തയിൽ കൊണ്ടുപോയി ആളുകൾക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾക്കറിയാം ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന യുവ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള KSEB-യുടെ എടുത്തുചാട്ടം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഏതായാലും ഈ കർഷക കുടുംബം എറണാകുളം ജില്ലാ കളക്ടറുടെ കനിവ് തേടിയിരിക്കുകയാണ്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.